Hello and welcome. This is Robin and you're watching Learn English with Robin. നമ്മൾ ഇന്ന് പോകുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിൻ്റെ പാർട്ട് 127ലേക്കാണ്. ഇന്ന് 100 ട്രാൻസ്ലേഷൻ ചാലഞ്ചസിൻ്റെ നമ്പർ 5 നമ്പർ 1 to 4 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവർ അത് കണ്ടു നോക്കുക. ശ്രദ്ധിക്കുക, പോർഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൽ ഒരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല പ്ലേലിസ്റ്റുകളായിട്ടുണ്ട്. ബേസിക്സ് മുതൽ പഠിക്കണമെങ്കിലും അടിസ്ഥാനം തൊട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അവിടെ നിന്നിട്ട് പഠിക്കാം. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. വേർഡ്സിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. കോൺവെർസേഷൻ പ്രാക്ടീസ്, അഡ്വാൻസ് വേർഡ്സ് ഉണ്ട്, ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഫോർ ഡെയിലി യൂസ്, കോൺവെർസേഷൻ പ്രാക്ടീസ്. സോ ഇഫ് യു വാണ്ട് ടു ലേൺ English grammar in Malayalam, if you want to learn spoken English in Malayalam, this is the right channel for you. ഇന്ന് നമുക്ക് 100 translations ചാലഞ്ചിൻ്റെ നമ്പർ 5 ആണ്. ഇവിടെ I'll be giving a Malayalam sentence and you have to find out the English translation. Got it? So here let us look into the sentence. നീ എല്ലാ ദിവസവും എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? നീ എല്ലാ ദിവസവും എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ട്രാൻസ്ലേഷൻ നിങ്ങളൊന്ന് കമൻസിൽ എഴുതാം. നിങ്ങൾക്ക് തെറ്റായാലും പ്രോബ്ലം ഇല്ല, കറക്ഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കുക. നീ എല്ലാ ദിവസവും എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? ഇവിടുത്തെ ട്രാൻസ്ലേഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സാണ് കൊടുത്തേക്കുന്നത്, നിങ്ങളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ചോദ്യം ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്ന ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ റിയൽ ലൈഫ് സിറ്റുവേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ കൂടിയാണ്. അങ്ങനെയാണ് ഗ്രാമർ പഠിക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു ലേൺ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻഡ് പോർഷൻ. John and Sam are friends and are working in the same company. ശ്രദ്ധിക്കുക, ഞാനിവിടെ ബ്ലൂ കളറിൽ മൗസ് വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ എൻ്റെ ഒപ്പം വായിക്കാം. ജോണും സാമും ഫ്രണ്ട്സാണ്. അവർ ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ആ ട്രാൻസ്ലേഷൻ സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. അതിനുള്ള സിറ്റുവേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ജോൺ ഹാസ് എ ഹാബിറ്റ് ഓഫ് കമ്മിങ് ലേറ്റ് ടു ദ ഓഫീസ്. അതിൽ ജോണിന് എല്ലാ ദിവസവും ഓഫീസിൽ വൈകി വരുന്ന ഒരു ശീലമുണ്ട്. ഓക്കെ. സാം ഈസ് പങ്ക്ച്വൽ ആൻഡ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. സാം വളരെ പങ്ക്ച്വലായിട്ട് ഉള്ള ആളാണ്, ടൈമൊക്കെ കറക്റ്റ് കീപ്പ് ചെയ്യുന്ന ആളാണ്, അതുപോലെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ. ജോൺ ഈസ് ഓൾസോ എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ബട്ട് ലാക്സ് പങ്ക്ച്വാലിറ്റി. ജോൺ ഈസ് ഓൾസോ എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ബട്ട് ലാക്സ് പങ്ക്ച്വാലിറ്റി. ജോണും ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ജോൺ ഈസ് ഓൾസോ, ഓക്കെ, ജോണും ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷേ പങ്ക്ച്വാലിറ്റി ഇല്ല. ഓക്കെ, അതായത് സമയത്തിനൊന്നും കറക്റ്റ് സമയത്തിന് ചെയ്യാറില്ല. സാം ഒബ്സർവ് ദിസ് ലാക്ക് ഓഫ് പങ്ക്ച്വാലിറ്റി ഇൻ ജോൺ ആൻഡ് ഡിസൈഡഡ് ടു ഓഫർ ഹിം അഡ്വൈസ് ഓൺ ദാറ്റ്. സാം ഇത് ശ്രദ്ധിച്ചു. എന്താണ്? ജോൺ പങ്ക്ച്വൽ അല്ല, സമയത്തിനൊന്നും ഓഫീസിലൊന്നും എത്താറില്ല എന്ന കാര്യം സാം ശ്രദ്ധിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ സാം എന്ത് ചെയ്തു? അവനൊരു ഉപദേശം കൊടുക്കാൻ തീരുമാനിച്ചു. സോ പ്ലീസ് റീഡ് അലോങ് വിത്ത് മീ. വൺ ഡേ ആസ് യൂഷ്വൽ ജോൺ കെയിം ലേറ്റ് ടു ദ ഓഫീസ്. റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. One day, as usual, John came late to the office. ഒരു ദിവസം പതിവ് പോലെ ജോൺ ഓഫീസിലേക്ക് വൈകി വന്നു. ജോൺ കെയിം ലേറ്റ്. കമ്മിൻ്റെ പാസ്റ്റൻസ് ആണ് കെയിം. ഓക്കെ. സാം മെറ്റ് ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം വൈ ഹി വാസ് ഗെറ്റിംഗ് ലേറ്റ് ടു ദ ഓഫീസ്. സാം അവനെ കണ്ടിട്ട് അവനോട് ചോദിച്ചു, നീ എന്താണ് എന്നിങ്ങനെ വൈകി വരുന്നതെന്നൊക്കെ ചോദിച്ചു. ജോൺ റിപ്ലൈഡ് ദാറ്റ് ബീയിങ് എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റ് ഈസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. ജോൺ എന്താ റിപ്ലൈ ചെയ്ത മറുപടി കൊടുത്തത്? John replied that being a few minutes late is not a big issue. ആൾ അത് വളരെ നിസ്സാരമായിട്ട് കണ്ടു പറയണം, കുറച്ച് മിനിറ്റ് വൈകുന്നത് വലിയൊരു പ്രശ്നമൊന്നുമല്ല എന്നാണ് ജോൺ റിപ്ലൈ ചെയ്തത്. ഓക്കെ, മറുപടി കൊടുത്തത്. പ്ലീസ് റീഡ് അലോങ് വിത്ത് മീ. സാം ഗേവ് ഹിം അഡ്വൈസ് പൊളൈറ്റ്ലി. സാം വളരെ പൊളൈറ്റായിട്ട് അഡ്വൈസ് കൊടുത്തു. ഹി ആസ്ക്ഡ് ജോൺ ഇഫ് ഹി വാസ് റണ്ണിങ് ദ കമ്പനി and how he would feel about his employees being late to work. Okay, he asked ജോണിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഫോർ എക്സാമ്പിൾ, ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാൻ പറയാണ്. ജോൺ ചോദിച്ചെന്താണ്? ഇപ്പോൾ ജോൺ ആണ് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ എന്ന് വിചാരിക്കുക, ജോൺ ആണ് ഈ കമ്പനിയുടെ ഓണർ എന്ന് വിചാരിക്കുക. ഹി വാസ് റണ്ണിങ് ദ കമ്പനി. ജോൺ ആണ് കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവന് തോന്നുന്നത്? അപ്പോൾ അവൻ്റെ എംപ്ലോയീസൊക്കെ ദിവസേന ലേറ്റായിട്ട് ജോലിക്ക് വരുമ്പം അവനെന്താണ്? അവന് കമ്പനിയുടെ മുതലാളിയാണ്, അവൻ ആ കമ്പനിയുടെ ഓണർ ആണെങ്കിൽ, ജോൺ കമ്പനിയുടെ ഓണറാണ്, അവൻ എങ്ങനെ തോന്നും? ഹൗ വുഡ് ഹി ഫീൽ അബൌട്ട് ഇറ്റ്? ഹൗ ഹി വുഡ് ഫീൽ അബൌട്ട് ഹിസ് എംപ്ലോയീസ് ബീങ് ലേറ്റ്? എംപ്ലോയീസ് വൈകുമെന്ന് അവനെന്താ തോന്നുക എന്നാണ് ചോദിക്കുന്നത്. ജോൺ തോട്ട് അബൌട്ട് ഇറ്റ് ഫോർ എ മൊമെൻറ്റ്. കുറച്ച് നേരം എന്നെ പറ്റി ഒന്ന് ആലോചിച്ചു. ആൻഡ് റിപ്ലൈഡ് ദാറ്റ് ഹി വുഡിൻ ബി ഹാപ്പി വിത്ത് സച്ച് എംപ്ലോയീസ്.
അങ്ങനെയുള്ള വൈകി വരുന്ന ജോലിക്കാരുമായിട്ട് അവനത്ര ഹാപ്പി ആയിരിക്കില്ല ആൾക്കാർ വൈകി വന്നാൽ അല്ലേ. ആൻഡ് മേ ടേക്ക് സ്ട്രിക്റ്റ് ആക്ഷൻസ് അഗെയിൻസ്റ്റ് സച്ച് എംപ്ലോയീസ്. അങ്ങനെ സ്ഥിരമായിട്ട് വൈകി വരുന്ന എംപ്ലോയീസിനെതിരെ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തേക്കാം എന്നാണ് പറഞ്ഞത്. ജോൺ ആ കമ്പനിയുടെ ഓണർ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ സാം ഇവിടെ എന്താ പറയുന്നത്? സാം ടോൾഡ് ജോൺ ദാറ്റ് ഹീ ഈസ് ഡൂയിങ് ദ സെയിം നൗ. ജോണിനെന്ന് പറഞ്ഞാൽ നീ ഇപ്പം ഒരു ഓണർ ആയിരുന്നെങ്കിൽ കമ്പനിയുടെ ഇങ്ങനെ അവരോട് സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തേനെ. പക്ഷെ നീ ഇപ്പോൾ ചെയ്യുന്നത് അത് തന്നെയല്ല. നീ ഇപ്പോൾ ഒരു എംപ്ലോയി ആണ്, ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവൻ എന്താ ചെയ്യുന്നത്? ഇപ്പം വൈകി തന്നെയാണ് വരുന്നത്. He added that his employer will not be happy about him being late to the office and he may have to face strict actions in the near future. അവൻ ഒരു കാര്യം കൂട്ടിച്ചേർത്തു. സാം ഒരു കാര്യം കൂട്ടിച്ചേർത്ത എന്താണ്? ഹി ആഡഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞതിനോട് കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കുക. ഹി ആഡഡ് ദാറ്റ് അവൻ്റെ എംപ്ലോയർ ഹാപ്പി ആയിരിക്കില്ല ഇങ്ങനെ വൈകി വരുന്നതുകൊണ്ട് സ്ട്രിക്റ്റ് ആക്ഷൻസ് ഉണ്ടായേക്കാം ഉടനെ തന്നെ, ഇൻ ദ നിയർ ഫ്യൂച്ചർ ഉടനെ തന്നെ. സാം സ്മൈൽഡ് ആൻഡ് സെഡ് ദാറ്റ് he hadn't thought about it and he understood his mistakes now. സാം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ശരിയാണ്, ഞാൻ അതിനെപ്പറ്റി അത്ര ആലോചിച്ചിട്ടില്ല, ഇപ്പോൾ അവൻ്റെ തെറ്റുകൾ അവന് മനസ്സിലായി. ഇതാണ് സിറ്റുവേഷൻ. അപ്പോഴാണ് സാം ജോണിനോട് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സാം അല്ല, ജോൺ ആണ് ചോദിക്കുന്നത്. ജോണിന് സാം ആണല്ലോ ഉപദേശം കൊടുത്തത്. അപ്പോൾ ജോൺ എന്ന് വൈകിയാണ് വരുന്നത്. അപ്പം ജോണിന് അറിയണം സാം എപ്പോഴാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ജോൺ എപ്പോഴാണ് ചോദിക്കുന്നത്? ഓക്കെ, ഞാൻ വൈകി വരുന്നതുകൊണ്ട് നീ എപ്പോഴാണ് വരാറെന്ന് ചോദിക്കുകയാണ്. ജോൺ സാം, നീ എല്ലാ ദിവസവും എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? നീ എല്ലാ ദിവസവും എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? നമുക്കിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻസിൽ നോട്ട് ഡൗൺ ചെയ്യുക. നമുക്കിൻ്റെ റിയൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നോക്കാൻ എന്താണ്. ഓക്കെ, ലെറ്റ്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നീ എല്ലാ ദിവസവും എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? നീ എല്ലാ ദിവസവും എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? എന്താണ് ആൻസർ? വെൻ ഡു യു റീച്ച് ദ ഓഫീസ് എവറി ഡേ. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, എവറി ഡേ. ശ്രദ്ധിക്കുക, ഈ എവറി ഡേ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും എന്ന് പറയാൻ എവരി കഴിഞ്ഞൊരു സ്പേസ് വേണം. എവരി സ്പേസ് ഡേ അങ്ങനെയാണ്. ഓക്കെ, ബട്ട് നോർമലി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എവറി ഡേ എന്ന് ഒരുമിച്ചാണ് വരുന്നത്. 2 എവറി ഡേ ഉണ്ട്. EVERYDAY സ്പേസ് ഇല്ലാതെ ഒരുമിച്ച് എഴുതുവാണെങ്കിൽ ദൈനംദിനം എന്ന അർത്ഥമാണ്. ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ എന്ന് പറയാൻ നമുക്ക് എവറി ഡേ എന്ന് ഒരുമിച്ച് എഴുതാം. EVERYDAY സ്പേസ് ഇല്ല. എല്ലാ ദിവസവും ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. എല്ലാ ദിവസവും ഒന്ന് എടുത്ത് പറയണമെങ്കിൽ എവരി കഴിഞ്ഞ് സ്പേസ് ഉണ്ട്. ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക, പലരും മിസ്റ്റേക്സ് വരുത്താറുണ്ട്. ഇവിടെ എന്താണ് ട്രാൻസ്ലേഷൻ വരുന്നത്? നീ എല്ലാ ദിവസവും എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? വെൻ ഡു യു റീച്ച് ദ ഓഫീസ് എവറി ഡേ. വെൻ ഡു യു റീച്ച് ദ ഓഫീസ് എവറി ഡേ. ഇവിടെ ഡു വന്നു അല്ലേ? എന്താണ് ഡു വന്നതെന്ന് നമുക്ക് പഠിക്കാം. ഇത് ക്ലിയർ ആയല്ലോ? വെൻ ഡു യു റീച്ച് ദ ഓഫീസ് എവറി ഡേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിയ കറക്റ്റ് ആണോ നിങ്ങൾ മെൻഷൻ ചെയ്യുക. തെറ്റുണ്ടെങ്കിലും പ്രോബ്ലമിൽ മനസ്സിലാക്കി പഠിക്കുക. ലെറ്റ്സ് ലേൺ ഇൻ ഡീറ്റെയിൽ. എന്തുകൊണ്ടായി ഡു വന്നതെന്ന് പഠിക്കണം അല്ലേ? വെൻ ഡു യു റീച്ച് നമുക്ക് അറിയണ്ട എന്താ വന്നതെന്ന്. ലെറ്റ്സ് ലേൺ ഇൻ ഡീറ്റെയിൽ. പ്ലീസ് റീഡ് അലോങ് വിത്ത് മീ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ചോദിക്കുക. പരമാവധി എല്ലാ കമൻസും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഡു യു പ്ലസ് V1 ഫോം ഓഫ് വേർബ്. ഡുയിൻ്റെ കൂടെ ഒരു V1 ഫോം. ഇപ്പോൾ V1 ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫോം ഓഫ് വേർബ്. പോവുക ഗോ, വരിക കം, ഓടുക റൺ, വിളിക്കുക കോൾ, വാങ്ങുക ബൈ. ഇതൊക്കെയാണ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ്. സിമ്പിൾ പ്രസന്റ് ഫോമാണ്. ഓക്കെ, ഡു യു പ്ലസ് V1 ഫോം ഓഫ് വേർബ് വെച്ച് എന്തിനാ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്? നിങ്ങളൊരു കാര്യം പതിവായി ചെയ്യാറുണ്ടോ? നിങ്ങളൊരു കാര്യം പതിവായി ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന പതിവുണ്ടോ, ശീലമുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യുന്ന പതിവുണ്ടോ, ഒരു കാര്യം പതിവായി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു പ്ലസ് V1 ഫോം ഓഫ് വേർബ് വെച്ചൊരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന പോർഷനിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻ അവിടെയുണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത്യാവശ്യ കാര്യങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ പോർഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലോട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കാണുന്നവർ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡു യു പ്ലസ് V1 ഫോം ഓഫ് വേർബ് എന്തെങ്കിലും കാര്യം പതിവായി ചെയ്യാറുണ്ടോ? നമുക്ക് എക്സാമ്പിൾസ് പഠിക്കാം. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. നീ രാവിലെ ചായ കുടിക്കാറുണ്ടോ? നീ രാവിലെ ചായ കുടിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാവിലെ ചായ കുടിക്കാറുണ്ടോ? ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ടോ? ഓക്കെ, ഡു യു റീഡ് സ്റ്റോറി ബുക്സ്. ഡു യു റീഡ് സ്റ്റോറി ബുക്സ്. നീ കഥാപുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? നീ കഥാപുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? കഥാപുസ്തകം വായിക്കുന്ന ശീലമുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? ഡു യു ബൈ വെജിറ്റബിൾസ് ഫ്രം ദാറ്റ് ഷോപ്പ്. നീ ആ കടയിൽ നിന്നും പച്ചക്കറികൾ വാങ്ങാറുണ്ടോ? നീ ആ കടയിൽ നിന്നും പച്ചക്കറി വാങ്ങാറുണ്ടോ? പച്ചക്കറികൾ വാങ്ങാറുണ്ടോ എന്നൊരു ശീലമുണ്ടോ എന്ന് ചോദിക്കാനാണ് ആ കടയിൽ നിന്നും വാങ്ങാറുണ്ടോ. ഡു യു ബൈ. ഡു യു റീച്ച് ദ ഓഫീസ് അറ്റ് 9 AM. നീ രാവിലെ 9 മണിക്ക് ഓഫീസിൽ എത്താറുണ്ടോ? എന്നും 9 മണിക്ക് ഓഫീസിൽ എത്താറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു റീച്ച് ദ ഓഫീസ് അറ്റ് 9 AM. വെൻ ഡു യു റീച്ച് ദ ഓഫീസ്. നീ എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രാൻസ്ലേഷനിലെ ചോദ്യം. ഇതാണ്, നീ എപ്പോഴാണ് ഓഫീസിൽ എത്താറുള്ളത്? വെൻ ഡു യു റീച്ച്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡു യു റീച്ച് എത്താറുണ്ടോ, അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു? വെൻ ആഡ് ചെയ്തു. എപ്പോഴാണ് എത്താറുള്ളത്.
ഡു യു വെച്ച് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാറുണ്ടോ? വെൻ ഡു യു പ്ലസ് V1 ഫോം നിങ്ങളൊരു കാര്യം എപ്പോഴാണ് ചെയ്യാറുള്ളത്? ഓക്കെ, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ട്രെയിനിങ് സെഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്തില്ലേ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബുക്സ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്. ഇനി ഞാൻ പറയുന്നത് ഇവിടെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബുക്സിൻ്റെ കളക്ഷനാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ യൂട്യൂബിൽ എൻ്റെ ഈ ചാനലിൽ തന്നെ അതിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ ഒരു കളക്ഷൻ ഓഫ് ബുക്സ് കാണാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും ഗ്രാമർ പഠിക്കാനോ IELTSO അല്ല കഥാപുസ്തകങ്ങൾ വായിക്കാനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് എൻ്റെ ഒരു സജസ്റ്റഡ് ആയിട്ടുള്ള ബുക്സാണ്, എൻ്റെ കളക്ഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ പോയി ഈ ലിങ്ക് വഴി പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബുക്സ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ബുക്സ് ഉണ്ട്. നല്ല ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ആയിട്ടുള്ള ബുക്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. IELTS സ്വയം പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടില്ല, സ്വയം പഠിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള IELTS ബുക്സ് ഉണ്ട്. ഹാരി പോട്ടർ ബുക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫേമസ് സ്റ്റോറീസ് ആണ്, വളരെ പോപ്പുലർ സ്റ്റോറീസ് ആണ്. ഹാരി പോട്ടർ ബുക്സ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് എ മസ്റ്റ് റീഡ്. ക്ലാസിക് സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് ഇത് നിർബന്ധമായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഈ ക്ലാസിക് സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ ഞാൻ വായിക്കാറുണ്ട്, ഇപ്പോൾ അധികം വായിക്കാറില്ല, കൂടുതൽ ലിസണിങ് ഒക്കെയാണ് ചെയ്യാറ്. റീഡിങ് ക്ലാസിക് സ്റ്റോറീസ് ഈസ് എ മസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് ബുക്സുടെ കളക്ഷൻ ഇതിൻ്റെ ഇത് ജസ്റ്റ് ഹെഡിങ് മാത്രമാണ്, ഇതിനകത്തുള്ള പല ബുക്സിൻ്റെ കളക്ഷൻ അവിടെ ഉണ്ട്. സെൽഫ് ഹെൽപ്പ് ബുക്സ് ഇത് നല്ലതാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയും പേഴ്സണാലിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സെൽഫ് ഹെൽപ്പ് ബുക്സ് നല്ലതാണ്. സോ ഇഫ് യു വാണ്ട് ടു ചെക്ക് ദ എൻറ്റയർ കളക്ഷൻ ഓഫ് ബുക്സ് മുഴുവനായിട്ടുള്ള കളക്ഷൻ കാണണമെങ്കിൽ ചാനലിൽ സ്റ്റോർ പേജ് ഉണ്ട്. അല്ല ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ സ്റ്റോർ അല്ലെങ്കിൽ വ്യൂ സ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാം. അതുപോലെ ചാനലിൻ്റെ ഹോം പേജിലും ഈ സ്റ്റോർ ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഡിസ്ക്ലെയിമർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ബുക്സിനെ പറ്റിയുള്ളത്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. ഓക്കെ, ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഞാൻ ഓതറായിട്ടുള്ള ബുക്സ് ഉണ്ട്. ഇവിടെ കോഴ്സസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന സിലബസ് ബേസ്ഡ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഡിജിറ്റൽ കോഴ്സ് ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് അടക്കം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ബുക്ക് എന്ന് ഡിജിറ്റൽ കോഴ്സ് സെൽഫായിട്ട് പഠിക്കേണ്ട കോഴ്സാണ്. അതിൻ്റെ കൂടെ ബുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന് ഫ്രീ ഉണ്ട്. ഇതേ കോഴ്സ് തന്നെ പേഴ്സണൽ ട്രെയിനർ സപ്പോർട്ട്, എൻ്റെ സപ്പോർട്ടുള്ള കോഴ്സ് വാട്സാപ്പ് ബേസ്ഡ് വോയിസ് ചാറ്റ് സപ്പോർട്ടുള്ള കോഴ്സുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്ക് മാത്രം വേണമെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സിൻ്റെ കണ്ടന്റ് അടങ്ങിയ ബുക്ക് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. ബുക്ക് PDF ആണുള്ളത്, പ്രിന്റബിൾ ആണ്, ആവശ്യമുള്ള പ്രിന്റ് ഔട്ട് എടുക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസും ബുക്സിൻ്റെ ഒക്കെ സാമ്പിൾ പേജസ് അതുപോലെ കോഴ്സിൻ്റെ മോഡൽ ക്ലാസ്സസ് ഒക്കെ അയച്ചു തരാൻ സാധിക്കും. നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ല വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം, ചാനലിൻ്റെ പ്ലേലിസ്റ്റുകൾ ഇത്രയും ക്ലാസ്സസ് ഇവിടെ ഉണ്ട്. പലരും ഈ പ്ലേലിസ്റ്റുകൾ നോക്കാറില്ലെന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ഉണ്ട്, ബേസിക്സ് തൊട്ട് പഠിക്കാം, ഗ്രാമർ ട്രെയിനിങ് ട്രാൻസ്ലേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം, സംഭാഷണങ്ങൾ ഉണ്ട്, ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റെ സെൻറ്റൻസ് യൂസേജ് അടക്കമുണ്ട്. എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഫോർ ഡെയിലി യൂസ് ഉണ്ട്. And that too explained in Malayalam. Okay, communicative items also explained in Malayalam. English speaking practice വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ടോപ്പിക്സ് ഉണ്ട്. അഡ്വാൻസ് വേർഡ് പവർ ആൻഡ് ന്യൂസ് പേപ്പർ ലാംഗ്വേജ് ഉണ്ട്, അഡ്വാൻസ് വേർഡ്സ് ഉണ്ട്. ലേൺ ഇംഗ്ലീഷ് സ്പെല്ലിങ്സ് പഠിക്കാനുള്ള ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ടിപ്സ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിനുള്ള ഇംഗ്ലീഷും ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് യൂട്യൂബ് ചാനൽ ആയിട്ട് മാത്രമല്ല കാണുന്നത്, ഇതൊരു റിയൽ ക്ലാസ് റൂം ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ എൻ്റെ റിയൽ സ്റ്റുഡൻസ് ആയിട്ടാണ് നിങ്ങളെയും കാണുന്നത്. സോ മേക്ക് ഷുവർ നിങ്ങളും ആ ലെവലുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളും കീപ്പ് ചെയ്യുക. ഐ വിൽ ബി 100% കമ്മിറ്റഡ് ഇൻ ക്ലിയറിംഗ് യുവർ ഡൗട്ട്സ് ആൻഡ് റിപ്ലൈയിങ് ടു യുവർ comments also. Make sure to subscribe to this channel and keep following. So that's all for today. I'll be back with the next training session soon. Bye.